അങ്ങനെ ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ്. അതിന്റെ ടീം ലീഡറാണിത്, എന്റെ ഷെഫ് ഇസാഖ് എസ് ഇസ്മായിൽ. വീഡിയോ പൂർണ്ണമായിട്ടില്ലായിരുന്നു, ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കാൻ പോവുകയാണ്. എന്റെ ചിക്കൻ ഇവിടെ റെഡിയാണ്. അതിനുള്ള കൂട്ടുകൾ എല്ലാം ഇവിടെ റെഡി. എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഉള്ളി, സവാള, തക്കാളി, പച്ചമുളക് ഇട്ട് വഴറ്റി ഞങ്ങളുടെ പ്രവാസിയുടെ ചിക്കൻ കറി. നാട്ടിൽ പോയിട്ട് വന്ന ഒരു പ്രവാസിയാണ്. ചെറുതായിട്ട് വയറ് ചാടിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലിലൂടെ ഒന്നും കട്ടിങ് ഒന്നുമില്ല, ഡയറക്റ്റാ. കട്ടിങ് അറിയത്തില്ലല്ലോ, കട്ടിങ് അറിയത്തില്ല, അതുകൊണ്ടാ. സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം അടുക്കള കയറി വെക്കുകയാണ്. കയറിയതല്ല. നമ്മളിപ്പോ സവാളയും പച്ചമുളകും ഇട്ടു. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി ഒരു ചുമപ്പ്, ചെറിയൊരു ചുമപ്പ് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത് നമ്മളിടും. അടച്ചിട്ട് പെട്ടെന്ന് അത് വന്നില്ല. ഇത് ഞങ്ങളുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. വെള്ളിയാഴ്ചത്തെ ചിക്കൻ ചിലപ്പം കൊള്ളായിരിക്കാം, കൊള്ളത്തില്ലായിരിക്കാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കാണുന്ന ഞങ്ങളുടെ വീട്ടുകാർ ഒരിക്കലും ഞങ്ങൾ നാട്ടിൽ വന്നത് വെക്കുമെന്നും വിചാരിക്കല്ലേ. വെച്ച് എന്നാൽ കഴിക്കും. ഞങ്ങളുടെ വീട്ടുകാർ കണ്ടിട്ട് വീട്ടുകാർക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ വെക്കും. പറയണം. അല്ല, അവന്റെ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള അഹങ്കാരം. അല്ല, ഇവനാണ് ഇവിടുത്തെ ഒരു പ്രവാസി മുതലാളി. നാട്ടിൽ നിന്ന് ഇവിടെ സൗദിയിൽ വെക്കേഷൻ വരുന്ന ഒരേ ഒരു വ്യക്തി നഹാസ്. ഇതിന്റെ മുഖം എല്ലാരും ഒന്ന് ഓർത്ത് വെച്ചോ. സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറമാൻ ഇത്ര മോശമാണ്, അതുകൊണ്ട് ചെറിയ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പോ തക്കാളി ഇട്ടു, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇങ്ങനെ വഴണ്ട് വരുന്നതനുസരിച്ച് മറ്റു ചേരുവകൾ വരുന്നതായിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ വിട്ടുപോകും. ഉപ്പുപൊടി ഇല്ലാത്തതിന്റെ ക്ഷാമം കാരണം ഉപ്പ് വെള്ളം ഒഴിച്ച്. ഉപ്പുപൊടി ഉണ്ടായിരുന്നു, പക്ഷെ എവിടാണ് ഒരു പിടി കിട്ടുന്നത്. അതെ, ഒരു സാധനം വെക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഉപ്പ് വെള്ളം ഒഴിച്ചാണ് ചിക്കൻ കറി. പല ആൾക്കാരും കിച്ചൺ ആയതുകൊണ്ട് പലതും അങ്ങോട്ട് കിട്ടും. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ആവശ്യത്തിൽ ഇട്ടാൽ മതി. പേര് വേണ്ട, പിള്ളേരുള്ള വീടാ. ഒരു ചിക്കൻ കറി വെക്കാൻ ഇവിടെ 150 പേരുണ്ട്. അത് ഞങ്ങളുടെ ഒരു സ്പെസിഫിക്കേഷനാണ്. നമുക്ക് ഇനിയും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടിയൊക്കെ അതുപോലെ സ്പൂൺ മതി. നമ്മൾ ചെയ്താണല്ലോ പഠിക്കുന്നത്, നമ്മൾ അതനുസരിച്ച് പഠിച്ച് ഞങ്ങൾ വരും.
മുളക് പൊടിയാണ്. സ്പൂണിട്ടാ മതിയായിരുന്നു അറിയായിരുന്നു. ഇതിപ്പോ അളവൊന്നും അറിയില്ല. കുത്തി പൊട്ടിക്കുമ്പോഴത്തേക്ക് ഉള്ളി കണക്കുതരം പോരാ. അത്ര വല്ലായിരിക്കും എൻ്റെ ഇവിടെ. മുളക് പൊടിക്ക് ആവശ്യത്തിന് മതി. ആറാഴ്ചത്തിന് കഴിക്കുന്നവരുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക. നമുക്ക് ഇതിന് ഇത്ര കണക്കുകളൊന്നുമില്ല. നമ്മുടെ രീതിയിൽ അങ്ങ് വരും. സാധനം സെറ്റായിരിക്കും. മസാലക്കൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചാണ് സാധനം ഉപയോഗിക്കുന്നത്. പുറത്ത് നമ്മൾ അതിൻ്റെ ചിക്കൻ മസാല അങ്ങനെ മേടിക്കാറില്ല. മുളക് പൊടിയുടെ സ്മെല്ലിന് വ്യത്യാസമുണ്ട്. ഇതൊന്നും പറയാനില്ല. ഇനി ഇത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കഴിയും. സൈഡിൽ ഇരിക്കുന്നതൊക്കെ വലിച്ചു ചേർക്കും. ഈ ഒരു കാര്യത്തിനല്ലേ നമ്മുടെ പറഞ്ഞ് ബഹുമാനിക്കാൻ പറ്റില്ല. നമുക്കെല്ലാം കഴിച്ച് തന്നെ ചാട്ടുന്നത്. അമീറ ഇത് കാണണം. എന്റെ ഭർത്താവ് ഉത്തമനായ ചിക്കൻ കറി പക്ഷെ പുള്ളിക്കാരൻ ചിക്കൻ കറി കൂട്ടത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ചാറ് കൂട്ടും. ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്നേ ഉള്ളൂ. അവരുടെ കൂടാതെ എടുക്കാൻ കണ്ടന്റ് വൃത്തിയുണ്ട്. കരിയാപ്പിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇത് കഴുകി വെച്ച കരിയാപ്പിലാണ്. കഴുകിയില്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ ചിക്കൻ ചേർക്കാൻ പോയാണ്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മസാല എല്ലാം കൂടെ ചേരാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ആദ്യം അടച്ചു വെക്കാം. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് പിടിക്കും. വെള്ളം ഓൾറെഡി ചിക്കൻ്റെ അത് ഇറങ്ങും. പിന്നെ അന്നുകൊണ്ട് വെച്ചത് അത് ഞാൻ വിശന്നിട്ട് വെച്ചാ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. എല്ലാം ഇളക്കിയില്ലേ? അപ്പോൾ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ കറി റെഡി ആയില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോവാണ് എന്ന് പറയുന്നത്. ആദ്യത്തെ ചെറിയൊരു വേവായിട്ടുണ്ട്. ഒന്ന് വറ്റണം. ഇച്ചിരി നമുക്ക് ഇതാവണം. ഒരു 15 മിനിറ്റ് ഇതാക്കി കഴിഞ്ഞാൽ അത് റെഡിയാവും. നമുക്ക് ഇച്ചിരി ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതാക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെർവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്.